ഹിന്ദി ഹൃദയഭൂമിയിലെ BJPയുടെ ഉരുക്കുകോട്ട, മോദിയോളം വളർന്ന യോഗിയുടെ മണ്ണ്. ഉത്തർപ്രദേശിൽ ആരും അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJPക്ക് അടിപതറി. വമ്പൻ അട്ടിമറിയുമായി അഖിലേഷ് യാദവ് തിരിച്ചെത്തിയിരിക്കുന്നു. 38-ാം വയസ്സിൽ UPയുടെ മുഖ്യമന്ത്രിയായ മുലായം സിംഗിന്റെ മകൻ. इस बार उत्तर प्रदेश की जनता ने मुद्दों पर वोट दिया। അഞ്ചിൽ നിന്നും 37ലേക്കുള്ള SP-യുടെ തിരിച്ചുവരവ്, 1-ൽ നിന്നും 6 സീറ്റുകളിലേക്കുള്ള കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. UPയിൽ ഇന്ത്യ സഖ്യം BJPയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അവിശ്വസനീയമാം വിധം മാറിയെന്ന് ഇന്ത്യയാകെ വിശ്വസിച്ച മണ്ണാണ് UPയിലേത്. രാമക്ഷേത്രം ഉൾപ്പെടെ BJP പ്രചരണ വിഷയമാക്കിയപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ആരും സാധ്യത കൽപ്പിച്ചില്ല. 2017-ൽ കോൺഗ്രസുമായും 2019-ൽ BSPയുമായും ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടിട്ടും അഖിലേഷ് യാദവ് പിന്നോട്ട് പോയില്ല. കോൺഗ്രസിന്റെ കൈപിടിച്ചും ഒപ്പം നിർത്തിയും നന്നായി അധ്വാനിച്ചു. രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും നിരന്തരം വേദികൾ പങ്കിട്ടു. അടിത്തട്ടിൽ അണികളെ ആവേശത്തിലാക്കി. അബ് കി ബാർ പിച്ചടെ ദളിത് അല്പസംഖ്യക് സർക്കാർ. BJPയുടെ റാം മന്ദിർ നറേറ്റീവിനെ അഖിലേഷ് പൊളിച്ചത് ഈ കോമ്പിനേഷനിലൂടെയാണ്. മുസ്ലിം യാദവ വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള SP-യുടെ പരമ്പരാഗത രീതിയിൽ നിന്നുള്ള മാറ്റം, അതിപിന്നാക്ക ദളിത് മൈനോറിറ്റി വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പുതുതന്ത്രം, കൃത്യമായ ജാതി സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതായിരുന്നു SP-യുടെ സ്ഥാനാർത്ഥി നിർണയവും. ജാതി സെൻസസും ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി ഉയർത്തിക്കാട്ടി. ഒപ്പം സാമ്പത്തിക പ്രശ്നങ്ങളും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും ഉൾപ്പെടെ ജനങ്ങളെ നേരിട്ട് സ്പർശിക്കുന്ന വിഷയങ്ങളിലും ഊന്നിയുള്ള പ്രചാരണം. രാമക്ഷേത്രം വോട്ടാകുമെന്ന BJP പ്രതീക്ഷകൾക്ക് അടിതെറ്റി. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെ BJP സ്ഥാനാർത്ഥിയുടെ പരാജയം, വാരാണസിയിലെ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷത്തിലുണ്ടായ വൻ ഇടിവ്, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ തോൽവി. UPയിലെ നേട്ടത്തിലൂടെ അഖിലേഷ് യാദവ് ഇന്ത്യ മുന്നണിക്കുണ്ടാക്കി കൊടുത്ത മൈലേജ് ചില്ലറയല്ല.